മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെയുള്ള ഭരണകക്ഷി എംഎൽഎയുടെ ആരോപണങ്ങളിൽ പകച്ച് ഇടത് കേന്ദ്രങ്ങൾ. അൻവറിന്റെ ആരോപണങ്ങൾ സർക്കാരിനെതിരെ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റാനാണ് പ്രതിപക്ഷ നീക്കം. അൻവറിന്റെ ആരോപണങ്ങളിൽ പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു CPIM നേതൃയോഗങ്ങൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും ആരോപണങ്ങൾ വീണ്ടും കടുപ്പിക്കുകയാണ് അൻവറിന്റെ ആരോപണങ്ങളിൽ CPIM നേതൃത്വം പ്രതിരോധത്തിലാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന ഇടത് സൈബർ സംഘങ്ങളും ആശയക്കുഴപ്പത്തിലാണ്. ഈ അവസരം ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. സ്വർണ്ണക്കടത്ത് വിഷയത്തിലെ UDF ആരോപണം തെളിഞ്ഞെന്നായിരുന്നു അൻവറിന്റെ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആരോപണം വന്നു. ഇപ്പൊ വീണ്ടും സ്വർണ്ണക്കടത്ത്, കൊലപാതകം, BJPയുമായിട്ടുള്ള ബാന്ധവം, തൃശൂർ പൂര കലക്കല് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസിന് നേരെ വന്നിരിക്കുകയാണ്. നിയമസഭയിലും പുറത്തും ഞങ്ങൾ പറഞ്ഞാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരോട്. ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വിഷയം UDF ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഈ SP നിഷ്പക്ഷമായിട്ടല്ല അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം ഒരു സാധാരണ രീതി, ഒരു പോലീസ് ഓഫീസർ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ ഞങ്ങളന്ന് പറയുകയും അദ്ദേഹത്തിനെതിരെ പ്രത്യേക പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാരണം അതാണ്. സംസ്ഥാനത്തിന് നട്ടലുള്ള ആഭ്യന്തരമന്ത്രിയില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ പരിഹസിച്ചു. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും BJP. അൻവറിന്റെ വെളിപ്പെടുത്തൽ പരിശോധിച്ച് വസ്തുതയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ADGPക്കെതിരായ ആരോപണം പരിശോധിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കുമ്പോഴും P ശശിക്കെതിരായ ആരോപണത്തിൽ മറുപടി ഇങ്ങനെ: ഇത്തരം ഉണ്ടാവുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പരിശോധിക്കും. അൻവറിന്റെ അഭിപ്രായമുണ്ട്, അത് ഗവൺമെന്റ് അഭിപ്രായമല്ല. PV അൻവറിന്റെ പാർട്ടിക്ക് വെളിപ്പെടുത്തലുകൾ അറിയാനും ഗൗരവത്തോടെ കാണാനും കെൽപ്പുണ്ടെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. CPIM ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.